നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ജയ 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 ഹേക്ക് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്ത സിനിമ, പൃഥ്വിരാജ് ബേസിൽ, നിഖില വിമല, അനശ്വര രാജൻ ഇവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ സിനിമ ഗുരുവായൂർ അമ്പല നടയിൽ. ഇവിടെ റിലീസൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ദൂരെ പോയ സിനിമ കണ്ടത്. കുറച്ച് റിലീസ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 മണിക്കൂർ 35 മിനിറ്റുള്ള സിനിമ. വിപിൻ ദാസ് സംവിധാനം, ദീപു പ്രദീപ്, കുഞ്ഞിരാമായണമൊക്കെ ചെയ്ത ദീപു പ്രദീപ് എഴുതിയ സിനിമയാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ, എനിക്ക് സിനിമ ഫസ്റ്റ് ഹാഫൊക്കെ ഗംഭീര അഭിപ്രായം തന്ന സിനിമയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്തോറും എഴുത്തിൽ എവിടെയോ ഇത്തിരി പാളിച്ച പറ്റിയെന്ന് എനിക്ക് തോന്നി. ഡയറക്ഷനൊക്കെ നന്നായിരുന്നു. എവിടെയൊക്കെയോ കുറേ സിനിമകളൊക്കെ ടുവേർഡ്സ് ദ എൻഡ് കണക്റ്റ് ആകാൻ, അല്ലെങ്കിൽ ഒരു സ്പൂഫ് പോലെ ചെയ്യാനൊക്കെ ശ്രമിച്ച പോലെ തോന്നി. പക്ഷെ അതിൽ എത്രത്തോളം കണക്റ്റ് ആയി എന്നുള്ളത് ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഒക്കെ, റിവ്യൂസിലെല്ലാം ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര സൂപ്പറാണെന്നായിരുന്നു കേട്ടത്. പക്ഷെ അത്ര സൂപ്പറായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഈവൻ ഗോഡ് ഫാദറിൻ്റെ റെഫറൻസ്, ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ സിനിമ കുറേ റെഫറൻസ് തരുന്നുണ്ട്. ദൃശ്യത്തിൻ്റെ റെഫറൻസ് അതൊക്കെ കിഡിലായിരുന്നു. എസ്പെഷ്യലി ഈ അഴകിയ ലൈല എന്ന് പറഞ്ഞ പാട്ടൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ലായിരുന്നു. സൂപ്പറായിട്ട് ഫസ്റ്റ് ഹാഫിൽ ഇതെല്ലാം നന്നായിട്ട് വർക്കൗട്ടായി. ഈവൻ പൃഥ്വിരാജിൻ്റെ കോമഡി എല്ലാം വർക്കൗട്ട് ആവുമെന്ന് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയില്ല. ശരിക്കും ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് ആക്ട് ചെയ്യണ പോലെ. അപ്പോൾ ആടുജീവിതം ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ശരിക്കും പൃഥ്വിരാജിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് ഇനിയൊന്നും മിണ്ടില്ലെന്ന്. പക്ഷേ ഭയങ്കര ഡ്രാമയായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അറിയാണ്ട് മിണ്ടിപ്പോവും. പക്ഷേ ഇത്തവണ പുള്ളി നമ്മളെ വീണ്ടും കൺവിൻസിങ് ആയിട്ടൊരു പെർഫോമൻസും കൊണ്ട് ഞെട്ടിച്ചു. കാരണം ലേശം ഡ്രമാറ്റിക്കായിട്ട് ആക്ട് ചെയ്യണ പോലെ തോന്നിയെങ്കിലും നല്ല രസമായിരുന്നു പുള്ളി ആക്ട് ചെയ്തത്. നല്ല രസമായിട്ട് ചെയ്ത പോലെ തോന്നി. ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി നല്ല രസമായിരുന്നു. പുള്ളി കുറേ കോമഡിയൊക്കെ ക്രിയേറ്റ് ചെയ്തു. നല്ല രസമായിരുന്നു. ആ കണ്ടൻറ്റ് നല്ലതായിരുന്നു. നല്ല രീതിയിൽ പോയി ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ പോകണം, അല്ലെങ്കിൽ എങ്ങനെ എൻഡ് ചെയ്യണം എന്നൊരു ധാരണ ഇല്ലാത്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അവസാനമൊക്കെ ഗോഡ് ഫാദർ, നന്ദനമൊക്കെ എവിടെയോ ഗോഡ് ഫാദറൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതൊരു മാസ്റ്റർ പീസ്. അത് വേറൊരു ലെവലിൽ വേറൊരു സ്ഥലത്ത് ഇരിക്കുന്ന സാധനത്തിലേക്ക് നമുക്ക് തൊടാൻ പറ്റില്ല. പക്ഷെ ചില സാധനങ്ങൾ സെക്കൻഡ് ഹാഫ്, ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഹാഫ് തീരെ ബോറാന്നൊന്നും അല്ല പറഞ്ഞത്. ടുവേർഡ്സ് ക്ലൈമാക്സ് കുറച്ച് തട്ടിക്കൂട്ടൊക്കെ പോലെ ഫീൽ ചെയ്തു. ഒരു പ്രിയദർശൻ ക്ലൈമാക്സ് ഒക്കെ പോലെ അവിടെ ഇവിടെ നിന്നൊക്കെ കുറേ. പക്ഷേ അങ്ങനെ ഒരുപാട് വലിയ ചിന്തിക്കൊന്നും ചെയ്യാണ്ട് കണ്ടാൽ രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഫസ്റ്റ് ഹാഫിന് വേണ്ടി തന്നെ ഡെഫിനറ്റായിട്ട് കാണാം. ഫസ്റ്റ് ഹാഫ് നല്ല രസമാണ്. എസ്പെഷ്യലി ഇൻ്റർവെൽ വരെ നിർത്തിയിരിക്കുന്നതൊക്കെ നല്ല രസമാണ്. ഇൻ്റർവെൽ കഴിഞ്ഞിട്ടും രസമായിട്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് താരങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ കുട്ടി സ്റ്റോറീസ് എന്ന് പറഞ്ഞ വെബ് സീരീസിൽ കൂടെ വന്ന ജോമോൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ല രസമായിരുന്നു. അന്ന് തന്നെ തോന്നിയിരുന്നു ഇങ്ങനെ വലിയൊരു അടിപൊളിയാവുന്നു. ജഗതിചേട്ടനൊക്കെ ചിലപ്പോൾ ചെയ്യണം. ജഗതിചേട്ടനായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല കേട്ടോ. പക്ഷേ ജഗതിചേട്ടനൊക്കെ ചെയ്യുന്ന ചില റോളുകൾ, ഈ പക്ഷി ശാസ്ത്രജ്ഞനൊക്കെ ആയിട്ട് വന്ന സീനൊക്കെ നല്ല രസമായിരുന്നു. അതൊക്കെ സെക്കൻഡ് ഹാഫിലാണ്. അതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട് നന്നായിട്ട്. എനിക്ക് ജോമോൻ്റെ ആക്ടിങ് പണ്ടേ വെബ് സീരീസിൽ വരുമ്പോൾ തന്നെ ഇഷ്ടമാണ് ഭയങ്കര. ഇത് പുള്ളി കിടിലമായിട്ട് പെർഫോം ചെയ്തു. സിജു സണ്ണിക്ക് നന്നായിട്ട് ചെയ്യാനുണ്ട്. സാഫ് ബോയ്ക്കും നന്നായിട്ട് ചെയ്യാനുണ്ട്. ഒരുപാട് ലെങ്തി റോളൊന്നല്ല. അശ്വിനും അത്യാവശ്യം നല്ല റോളുണ്ട്. പിന്നെ ആ സ്റ്റാർ മാജിക്കിലെ ചേട്ടൻ പുള്ളിക്കും ഉണ്ട് അത്യാവശ്യം നല്ല റോള്. പിന്നെ മെയിൻ പെർഫോമൻസ് പറയുകയാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ ആക്ടിങ് ഞാൻ പറഞ്ഞു. പൃഥ്വിരാജ് സൂപ്പറായിരുന്നു. ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റോള്. സാധാരണ ഹീറോ അങ്ങനെ വരണതിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കഥാപാത്രം നല്ല രസമായിട്ട് പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രീൻ പ്രസൻസും ഫീൽ ചെയ്തു നന്നായിട്ട്. ബേസിൽ ഓഫ് കോഴ്സ് നോർമലായിട്ട് ബേസിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ നാച്ചുറലായിട്ട് ആക്ട് ചെയ്ത പോലെ തോന്നി. ഒരു കോമഡി നല്ല രസമായിട്ട് കോമഡി ക്രിയേറ്റ് ചെയ്യാൻ ബേസിൽ നന്നായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയില്ല. പക്ഷേ അവസാനമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നിപ്പോയി. കാരണം അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും വന്നില്ല. യോഗി ബാബു ഉണ്ടായിരുന്നു. യോഗി ബാബുവിൻ്റെ പേര് പറയാൻ പറഞ്ഞു. യോഗി ബാബു ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ റോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന റോളൊന്നുമല്ല. പക്ഷേ ഒരു അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു റോള്. അങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ റോളൊന്നുമല്ല. എന്നാലും അവസാനത്തെ ആ കല്യാണം അവിടെയൊക്കെ കാണിച്ചപ്പോൾ ചിലതൊക്കെ ചിരിക്കാം, ചിലതൊക്കെ എന്താണ് ഇങ്ങനെ എന്നും തോന്നിപ്പോയി. പക്ഷേ ഓവറോൾ നോക്കിയാൽ ഗുരുവായൂർ അമ്പല നടയിൽ നല്ല സിനിമയായിട്ട് തന്നെ പറയേണ്ടി വരും. കാരണം ഫസ്റ്റ് ഹാഫ് നന്നായിട്ട്, സെക്കൻഡ് ഹാഫ് മോശമായി പോയ സിനിമ മൊത്തം മോശമായി എന്ന് പറഞ്ഞാൽ ശരിയല്ല. കാരണം ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ചിരിച്ച മൊമെൻറ്റ്സ് എല്ലാം, അല്ലെങ്കിൽ എൻജോയ് ചെയ്ത മൊമെൻറ്റ്സ് എല്ലാം ആ സിനിമയുടെ പാർട്ടാണ്. അപ്പോൾ നമ്മൾ അത് സിനിമ നല്ലതാണെന്ന് തന്നെ പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫിൽ അവസാനം കൊണ്ട് ഒരു 10-35 മിനിറ്റ് ഇതെങ്ങനെ എൻഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പോകുന്നതെന്നോ ഒരു വലിയ ധാരണ ഇല്ലാത്ത പോലെയാണ് തോന്നിയത്. ഡയറക്ഷനിൽ പാളിച്ചൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ എഴുത്തിൽ കുറച്ച് പ്രശ്നം വന്ന പോലെ തോന്നി. അത് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. അത്രയേ ഉള്ളൂ. അല്ലാതെ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ സിനിമ വൺ ടൈം വാച്ചാണ്. നല്ല രസമായിട്ട് ഫസ്റ്റ് ഹാഫൊക്കെ വൺ ടൈം വാച്ചല്ല, 2 തവണയൊക്കെ കാണാം.
അത്ര രസമാണ്. പൃഥ്വിരാജും ബേസിലും കൗണ്ടർ ഇവർ തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ നല്ല രസമായിരുന്നു. സോ അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.